ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പുറത്ത്. ഭൂമിക്ക് അടുത്ത് മറ്റൊരു ചന്ദ്രൻ കൂടി. ഓൺലൈൻ നാഷണൽ ഡ്രഗ് ലൈസൻസിംഗ് സിസ്റ്റം ലോഞ്ച് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2025 ഞെട്ടിക്കുന്ന കണക്കുകൾ. കഫാല സിസ്റ്റം നിരോധിച്ച് സൗദി അറേബ്യ. വനവിസ്തൃതിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 9ാം സ്ഥാനത്തേക്ക്. വരുന്നു കേരളത്തിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ. വാർത്തകൾ വിശദമായി. ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പുറത്ത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അഥവാ UNDP ആണ് എല്ലാ വർഷവും ഈ റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. പരമ്പരാഗതമായി ലോകരാജ്യങ്ങളിലെ ദാരിദ്ര്യത്തിന്റെ തോത് നിർണ്ണയിക്കാൻ രാജ്യങ്ങൾ വരുമാനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എന്നാൽ ദാരിദ്ര്യം ബഹുമുഖമാണ്. വിദ്യാഭ്യാസം, പോഷകാഹാരം, ശുചിത്വം തുടങ്ങിയ മേഖലകളിലെ ദയനീയാവസ്ഥ മനുഷ്യന്റെ ക്ഷേമത്തെ ഗുരുതരമായി പരിമിതപ്പെടുത്തുന്നു. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അഥവാ MPI എന്നത് വരുമാന നിലവാരത്തിനപ്പുറം ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം എന്നിങ്ങനെ ബഹുമുഖ തലങ്ങളിൽ ആളുകൾ ദാരിദ്ര്യം എങ്ങനെ അനുഭവിക്കുന്നു എന്ന് വിലയിരുത്തുന്നതിനുള്ള ഒരു ആഗോള അളവുകോലാണ്. ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവും യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമും 2010 ഇത് വികസിപ്പിച്ചെടുത്തത്. 2025 ആഗോള ബഹുമുഖ ദാരിദ്ര്യ സൂചിക അഥവാ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് റിപ്പോർട്ടിൽ ആദ്യമായി കാലാവസ്ഥാ അപകടങ്ങളെയും ബഹുമുഖ ദാരിദ്ര്യത്തെയും കുറിച്ചുള്ള ഡാറ്റ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇത് ദരിദ്രർ പാരിസ്ഥിതിക ആഘാതങ്ങൾക്ക് എത്രത്തോളം വിധേയരാണെന്ന് വിലയിരുത്തുന്നു. ദാരിദ്ര്യത്തിലുള്ള മിക്ക ആളുകളും കുറഞ്ഞത് ഒരു കാലാവസ്ഥാ അപകടത്തിനെങ്കിലും വിധേയരാണെന്ന് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. ഈ വർഷത്തെ ആഗോള MPI ഡാറ്റാബേസിന്റെ അപ്ഡേറ്റിൽ 13 രാജ്യങ്ങളിൽ നിന്നുള്ള പുതിയ ഡാറ്റ ഉൾപ്പെടുന്നു. 6.3 ബില്യൺ ജനങ്ങളിൽ 1.1 ബില്യൺ ആളുകളും കടുത്ത മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിലാണ് ജീവിക്കുന്നതെന്നും അവരിൽ പകുതിയിലധികവും കുട്ടികളാണെന്നും ഫലങ്ങൾ കാണിക്കുന്നു. കാലാവസ്ഥയും ദാരിദ്ര്യവും തമ്മിലുള്ള ബന്ധം ഭാവിയിൽ കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഭൂമിക്ക് അടുത്ത് മറ്റൊരു ചന്ദ്രൻ കൂടി. അടുത്തിടെ കണ്ടെത്തിയ 2025 PN7 എന്ന ആസ്ട്രോയിഡിനെയാണ് ക്വാസി മൂൺ എന്ന് നാസ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഭൂമിയുടെ പുതിയ ആകാശ സഹചാരിയെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. 2025 PN7 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചെറിയ ചിഹ്നഗ്രഹം നമ്മുടെ ഗ്രഹത്തിന്റെ ഏറ്റവും പുതിയ ക്വാസി മൂൺ അഥവാ ക്വാസി സാറ്റലൈറ്റ് ആണെന്ന് അടുത്തിടെ സ്ഥിരീകരിച്ചു. മീറ്റ് അർജുന 2025 PN7 എന്ന പുതിയ ഗവേഷണ പ്രബന്ധം അനുസരിച്ച് ഈ ബഹിരാകാശ ശില 1960 മുതൽ സങ്കീർണമായ രീതിയിൽ ഭൂമിയെ പരിക്രമണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 2080 വരെ ഇത് തുടരും. ഒരു ക്വാസി മൂൺ അഥവാ ക്വാസി സാറ്റലൈറ്റ് എന്നത് ഭൂമിയെ അല്ല സൂര്യനെയാണ് പരിക്രമണം ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഭ്രമണപഥം ഭൂമിയുടെ ഭ്രമണപഥവുമായി ഗുരുത്വാകർഷണപരമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഭൂമിയുടെ അടുത്ത് തന്നെ നിലനിൽക്കുന്നതായും അവ ഭൂമിയുടെ അതേ സമയത്തിലും പാതയിലും സൂര്യനെ ചുറ്റുമ്പോൾ ഇത് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതായും തോന്നിപ്പിക്കുന്നു. എന്നാൽ ഇവ ചന്ദ്രനെ പോലെ യഥാർത്ഥ പ്രകൃതിദത്ത ഉപഗ്രഹമല്ല. ഓൺലൈൻ നാഷണൽ ഡ്രഗ് ലൈസൻസിംഗ് സിസ്റ്റം ലോഞ്ച് ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ്. മധ്യപ്രദേശിൽ കഫ് സിറപ്പ് ഉപയോഗിച്ച് കുട്ടികൾ മരിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം. വിഷബാധയുള്ള വ്യാവസായിക ലായകമായ ഡൈ എഥിലീൻ ഗ്ലൈക്കോൾ ചേർന്ന കഫ് സിറപ്പുകൾ അടുത്തിടെ കുട്ടികളുടെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തെ കണക്കിലെടുത്താണ് ഇന്ത്യ ശക്തമായ ഒരു ഡിജിറ്റൽ മേൽനോട്ട സംവിധാനം നടപ്പിലാക്കിയത്. ഓൺലൈൻ നാഷണൽ ഡ്രഗ് ലൈസൻസിംഗ് സിസ്റ്റം അഥവാ ONDLS എന്നതാണ് ഈ പുതിയ സംവിധാനത്തിൻ്റെ പേര്. ഫാർമാഗ്രേഡ് സോൾവെൻറ്റുകളുടെ ഉൽപ്പാദനത്തെ നിരീക്ഷിക്കുകയും ലൈസൻസ് നൽകുകയും ചെയ്യുന്നത് ഇനി മുതൽ ഈ കേന്ദ്രീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിരിക്കും. നിർമ്മാതാവ് മുതൽ അന്തിമ ഉപയോക്താവ് വരെയുള്ള ഓരോ ബാച്ചും ട്രാക്ക് ചെയ്യുക, വിശകലന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ഗുണനിലവാരമുള്ള ഡോക്യുമെന്റേഷൻ ഉറപ്പാക്കുക, വിപണി പ്രവേശനത്തിൽ നിന്ന് സ്ഥിരീകരിക്കാത്തതോ നിയമങ്ങൾ അനുസരിക്കാത്തതോ ആയ ബാച്ചുകൾ തടയുക എന്നിവ ONDLSന്റെ പ്രധാന ചുമതലകളാണ്. ഗ്ലിസറിൻ, പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ, സോർബിറ്റോൾ, മാൾട്ടിറ്റോൾ എന്നീ പദാർത്ഥങ്ങൾ ശുദ്ധമാകുമ്പോൾ സുരക്ഷിതമെങ്കിലും വ്യാവസായിക ഗ്രേഡ് മായങ്ങൾ ചേർത്താലോ DEG പോലുള്ള രാസവസ്തുക്കളാൽ മലിനമായാലോ അവ വിഷലിപ്തമാകും.
ഫോർമുലേഷനുകളിൽ ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡ് മെറ്റീരിയലുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഉറപ്പാക്കുകയാണ് ഈ സംവിധാനത്തിൻ്റെ ലക്ഷ്യം. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് 2025 ഞെട്ടിക്കുന്ന കണക്കുകൾ. 13.3 കോടിയിലധികം പെൺകുട്ടികൾ ലോകമെമ്പാടും വിദ്യാലയങ്ങൾക്ക് പുറത്തെന്ന് യുനെസ്കോ. എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്ന ഫ്രെയിംവർക്കിന് കീഴിലുള്ള ആഗോള ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കാൻ യുനെസ്കോ 2002 ആദ്യമായി ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട് അഥവാ GEM റിപ്പോർട്ട് പുറത്തിറക്കുന്നത്. 2030 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്ന ഗോൾ നമ്പർ 4 പുരോഗതിയെ നിരീക്ഷിക്കുക എന്നതാണ് ഈ റിപ്പോർട്ടിന്റെ പ്രധാന ലക്ഷ്യം. എല്ലാവർക്കും താങ്ങാനാവുന്നതും തുല്യവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസത്തിനും ആജീവനാന്ത പഠന അവസരങ്ങൾക്കുമുള്ള പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനുമായി ഈ റിപ്പോർട്ട് ആവശ്യമായ തെളിവുകൾ സമാഹരിക്കുകയും വിശകലനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഭരണപരമായ എൻറോൾമെന്റ് രേഖകൾ, ഗാർഹിക സർവേകൾ, സെൻസസ് ഡേറ്റ, പഠന വിലയിരുത്തലുകൾ എന്നീ വിവരങ്ങൾ യുനെസ്കോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എൻറോൾമെന്റ് രേഖകൾ എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. 2025 റിപ്പോർട്ട് ആശങ്കാജനകമായ പ്രവണതകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ലോകമെമ്പാടുമായി 272 ദശലക്ഷത്തിലധികം കുട്ടികൾ ഇപ്പോഴും സ്കൂളിൽ പോകുന്നില്ല. ഏകദേശം 40% വിദ്യാർത്ഥികൾക്കും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല. കാലാവസ്ഥയും ഡിജിറ്റൽ തയ്യാറെടുപ്പും ഇപ്പോഴും പ്രധാന വിടവുകളായി പലയിടത്തും തുടരുന്നു. രാജ്യങ്ങൾക്ക് പ്രായോഗികമായ ഉൾക്കാഴ്ചകൾ കൃത്യമായ ഡാറ്റയിലൂടെ നൽകുന്നതിലൂടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ഒരു സുപ്രധാന ആഗോള മാനദണ്ഡമായി GEM റിപ്പോർട്ട് തുടരുന്നു. കഫാല സിസ്റ്റം നിരോധിച്ച് സൗദി അറേബ്യ. വിഷൻ 2030 റിഫോംസിന്റെ ഭാഗമായാണ് ഈ തീരുമാനം. സൗദി അറേബ്യയുടെ തൊഴിൽ മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് ഈ നീക്കത്തിലൂടെ. ദശകങ്ങൾ പഴക്കമുള്ള കഫാല സമ്പ്രദായം സൗദി അറേബ്യ നിർത്തലാക്കി. ദശലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികളുടെ ജീവിതത്തെയും അവകാശങ്ങളെയും നിയന്ത്രിച്ചിരുന്ന ഒരു തൊഴിലാളി സ്പോൺസർഷിപ്പ് രീതിയായിരുന്നു ഇത്. 2025 പ്രഖ്യാപിച്ച ഈ തീരുമാനം രാജ്യത്തെ കുടിയേറ്റക്കാരുടെ ക്ഷേമവും തൊഴിലവകാശങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ചരിത്രപരമായ ചുവടുവയ്പ്പാണ്. ഈ പരിഷ്കരണം ദക്ഷിണ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള 13 ദശലക്ഷത്തോളം കുടിയേറ്റ തൊഴിലാളികൾക്ക് പ്രയോജനകരമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോൺസർഷിപ്പ് എന്ന അറബി വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കഫാല എന്ന വാക്ക് ഗൾഫിലെ ഒരു ജീവിത രീതിയെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്. അതിൽ തൊഴിലുടമകൾക്ക് അവരുടെ ജീവനക്കാരുടെ ജീവിതത്തിന്മേൽ മിക്കവാറും പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. ജീവനക്കാർക്ക് ജോലി മാറാനോ രാജ്യം വിടാനോ നിയമസഹായം തേടാനോ കഴിയുമോ എന്ന് തീരുമാനിച്ചിരുന്നത് തൊഴിലുടമയായിരുന്നു. 1950കളിൽ അവതരിപ്പിച്ച കഫാല സമ്പ്രദായം എണ്ണസമ്പന്നമായ ഗൾഫ് സമ്പദ് വ്യവസ്ഥകൾക്ക് ആവശ്യമായ കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനാണ് ആദ്യം രൂപകൽപ്പന ചെയ്തത്. ഈ സംവിധാനം അനുസരിച്ച് ഓരോ കുടിയേറ്റ തൊഴിലാളിയും ഒരു പ്രാദേശിക സ്പോൺസറുമായി ബന്ധപ്പെട്ടിരുന്നു. കഫീൽ എന്നറിയപ്പെട്ടിരുന്ന ഇവർക്ക് തൊഴിലാളികളുടെ താമസത്തിനും ജോലിക്കും നിയമപരമായ പദവിക്കുമേൽ അധികാരമുണ്ടായിരുന്നു. എങ്കിലും പതിറ്റാണ്ടുകളായി ഈ ചട്ടക്കൂട് വ്യാപകമായ ചൂഷണങ്ങളുടെ ഉറവിടമായി മാറി. തൊഴിലുടമകൾക്ക് തൊഴിലാളികളുടെ പാസ്പോർട്ടുകൾ പിടിച്ചെടുക്കാനും വേതനം വൈകിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാനും അവരുടെ സഞ്ചാരം നിയന്ത്രിക്കാനും കഴിഞ്ഞിരുന്നു. സ്പോൺസറുടെ അനുമതിയില്ലാതെ തൊഴിലാളികൾക്ക് ജോലി മാറാനോ നാട്ടിലേക്ക് മടങ്ങാനോ ദുരുപയോഗം ഉണ്ടായാൽ അധികാരികളെ സമീപിക്കാനോ കഴിഞ്ഞിരുന്നില്ല. കഫാല സമ്പ്രദായത്തെ ആധുനിക അടിമത്തത്തോടാണ് മിക്ക രാജ്യങ്ങളും താരതമ്യം ചെയ്തത്. കഫാല സമ്പ്രദായം മനുഷ്യാവകാശ സംഘടനകൾ, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനകൾ, വിദേശ ഗവൺമെൻറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വർദ്ധിച്ച വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഏകദേശം 13.4 ദശലക്ഷം കുടിയേറ്റ തൊഴിലാളികളാണ് സൗദി അറേബ്യയിലുള്ളത്. ഇത് രാജ്യത്തെ ജനസംഖ്യയുടെ ഏകദേശം 42%. ഈ തൊഴിലാളികളിൽ പലരും ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ്. വനവിസ്തൃതിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 9ാം സ്ഥാനത്തേക്ക്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സസ് അസസ്മെന്റ് റിപ്പോർട്ട് പ്രകാരം ടോട്ടൽ ഫോറസ്റ്റ് ഏരിയയിൽ വൻ വർധനവ് വരുത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നടത്തുന്ന ഗ്ലോബൽ ഫോറസ്റ്റ് റിസോഴ്സസ് അസസ്മെന്റ് ലോകത്തിലെ വനങ്ങളെ അവയുടെ വ്യാപ്തി, അവസ്ഥ, മാനേജ്മെന്റ്, ഉപയോഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള ആധാരമാണ്.
രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം 1946 ഈ ഫോറസ്റ്റ് അസസ്മെന്റ് ആദ്യമായി നടത്തുന്നത്. അടുത്തിടെ ഇന്തോനേഷ്യയിലെ ബാലിയിൽ നടന്ന ഗ്ലോബൽ ഫോറസ്റ്റ് ഒബ്സർവേഷൻസ് ഇനീഷ്യേറ്റീവിലാണ് 2025 റിപ്പോർട്ട് പുറത്തിറക്കിയത്. റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തിൽ ലോകമെമ്പാടും വനനശീകരണ നിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ്. ഏറ്റവും പുതിയ ഡാറ്റ കാണിക്കുന്നത് വനങ്ങൾ ഇപ്പോഴും ഏകദേശം 4.14 ബില്യൺ ഹെക്ടർ അല്ലെങ്കിൽ ലോകത്തിലെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/3 ഭാഗമായി നിലനിൽക്കുന്നുണ്ടെന്നാണ്. കൂടാതെ വനമേഖലയുടെ പകുതിയിലധികവും ഇപ്പോൾ ദീർഘകാല മാനേജ്മെന്റ് പദ്ധതികൾക്ക് കീഴിലാണ്. അവയിൽ 1/5 പ്രദേശവും നിയമപരമായി നിയുക്ത സംരക്ഷിത പ്രദേശങ്ങളിലാണ്. ലോകത്തിലെ ഏതാണ്ട് പകുതി വനങ്ങളും ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നിരുന്നാലും വന ആവാസ വ്യവസ്ഥ ഇപ്പോഴും കാര്യമായ സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ട് ഊന്നിപ്പറയുന്നു. പ്രതിവർഷം ഏകദേശം 10.9 ദശലക്ഷം ഹെക്ടർ എന്ന നിലവിലെ വനനശീകരണ നിരക്ക് ഇപ്പോഴും ഉയർന്നതായി കണക്കാക്കപ്പെടുന്നു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലേക്കുള്ള വലിയൊരു സംഭാവനയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. വരുന്നു കേരളത്തിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ. വൈപ്പിനെയും ഫോർട്ട് കൊച്ചിയെയുമാണ് ഇത് ബന്ധിപ്പിക്കുക. വൈപ്പിൻ, ഫോർട്ട് കൊച്ചി എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ നിർമ്മിക്കാൻ കേരളം ഒരുങ്ങുന്നു. കടലിനടിയിലൂടെ കടന്നുപോകുന്ന ഈ 3 കിലോമീറ്റർ തുരങ്കം നടപ്പിലാക്കുന്നതിലൂടെ യാത്രാസമയം 2 മണിക്കൂർ കുറയുകയും യാത്രക്കാർക്ക് പ്രതിമാസം 1500 രൂപ ലാഭിക്കാനാവുകയും ചെയ്യും. തുരങ്കം നിലവിലുള്ള 16 കിലോമീറ്റർ റോഡ് യാത്രയെ ഗണ്യമായി കുറയ്ക്കുന്നു. ഇരട്ട ട്യൂബ് തുരങ്കങ്ങൾക്ക് 1225 കോടി രൂപയും ഭൂമി ഏറ്റെടുക്കലിന് 500 കോടി രൂപയും ഉൾപ്പെടെ ഏകദേശം 2672 കോടി രൂപ പദ്ധതിക്ക് ചെലവ് വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തു. ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്ഥാപനങ്ങളിൽ നിന്ന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അഥവാ EOI ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാർ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനോട് നിർദ്ദേശിച്ചു. നിലവിൽ വൈപ്പിനും ഫോർട്ട് കൊച്ചിക്കും ഇടയിലുള്ള യാത്രയെ കൊച്ചി തുറമുഖത്തെ തിരക്കേറിയ ഷിപ്പിംഗ് ചാനൽ തടസ്സപ്പെടുത്തുന്നു. ഇത് യാത്രക്കാരെ ഫെറികളെയോ ദൈർഘ്യമേറിയ ഗോശ്രീ റൂട്ടിനെയോ ആശ്രയിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളത്തെ ഹൈക്കോടതി ജംഗ്ഷനിലേക്കും തിരിച്ചും സഞ്ചരിക്കാൻ ശരാശരി യാത്രക്കാരന് 2.5 മണിക്കൂർ സമയമെടുക്കുമെന്നും ഓട്ടോ ചാർജായി ഏകദേശം 300 രൂപ ചെലവാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അണ്ടർ വാട്ടർ ടണൽ നടപ്പിലായാൽ ഇതേ യാത്രയ്ക്ക് 50 മുതൽ 100 രൂപ ചെലവും 1/2 മണിക്കൂർ സമയവും മാത്രമേ എടുക്കുകയുള്ളൂ. ഇതിനാൽ അണ്ടർ വാട്ടർ ടണലിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് കൊച്ചിയിലെ ജനങ്ങൾ. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Lead IAS Junior, India's #1 civil services talent development course for school students.